സംസ്കൃതം അറിയോ? ഞാൻ കണ്ടില്ല ഇതുവരെ. മലയാള നാടകമുണ്ട് നമുക്ക്. മലയാള നാടകം കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ വീട്ടിലാണ്. നാടകം കാണാറുണ്ട്. സംസ്കൃതം അറിയോ? സംസ്കൃതം അറിയത്തില്ല. അപ്പം ഇത് കാണുമ്പോൾ എങ്ങനെയത് മനസ്സിലാക്കുന്നത്? അത് പക്ഷേ നമ്മുടെ ആക്ടിങ് ഉണ്ടല്ലോ, അവരുടെ ഓരോരുത്തരും ആക്ടിങ് വെച്ച് നമുക്ക് ഏകദേശം കഥ ഏകദേശം മനസ്സിലാവും. അല്ലാതെ സംസ്കൃതം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇവരുടെ അഭിനയം വെച്ച് നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും. മൊത്തത്തിൽ അറിയത്തില്ലെങ്കിൽ ഏകദേശം നമുക്കൊരു വേഗമായിട്ടൊരു ഐഡിയ കിട്ടുന്നതാണ്. സ്കില്ലെല്ലാം അടിപൊളിയാണ്. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. കൊള്ളാം. എല്ലാ ടീമിൻ്റെയും നല്ലൊരു പരിപാടിയായിരുന്നു. ഇനിയിപ്പം ബാക്കിയുള്ളതെന്ന് നോക്കട്ടെ. ഞാൻ ഈ ഒരെണ്ണേ കണ്ടോളൂ, പക്ഷേ ഇത് കൊള്ളായിരുന്നു. നല്ല രസമാണ്. പെൺകുച്ചുകളൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി ഇത് എങ്ങനെ ഇത്രയും പഠിച്ചെടുത്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളെ ഒരെണ്ണം പഠിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെടും. പക്ഷേ നല്ല കണ്ടിന്യൂസ് ആയിട്ട് 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു, 10-20 മിനിറ്റോളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഇല്ല, അഭിനയം കണ്ടിട്ട് മനസ്സിലാക്കുന്ന മാത്രമാണ്, അല്ലാതെ ലാംഗ്വേജ് അറിയില്ല. ഇല്ല കുറച്ച് അറിയാം. കുറച്ച് പഠിച്ചിട്ടുണ്ടായി കുറച്ച്. ആ ഒരു ഇൻട്രസ്റ്റ് കാരണം വന്നതാണ്. അല്ല, മോള് നാടകത്തിലുണ്ട്. നമ്മ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നതാണ്. കാഞ്ഞങ്ങാട് ദുർഗ ഹൈസ്കൂളിലെ കുട്ടികൾ വന്നിട്ടുണ്ട്. മോളുടെ കഴിഞ്ഞോ? അവർ കഴിഞ്ഞു. മൂന്നാമത്തേതാണ് ഉണ്ടായത്. എങ്ങനെയാണ്? ഭാഷ അറിയോ? ഇല്ല, മോളെ നാടകമില്ലതുകൊണ്ട് വന്നതാണ്. ഭാഷ അറിയാം. മോളെ കുറേശ്ശെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കൂടുതൽ അറിയില്ല. എന്നാലും മോളെ നാടകം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നത്. തീമൊക്കെ നിങ്ങൾക്ക് അറിയാം? അതിന്റെ ഏകദേശം എല്ലാം മനസ്സിലാവും. ലാംഗ്വേജ് അറിയാം? സംസ്കൃതം കുറച്ച് ഞങ്ങൾ പഠിക്കുന്നതാ. സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് അറിയാം. കുറച്ച് നാടകം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല. ചില നാടകമൊക്കെ നല്ലതാണ്. ഞങ്ങൾ ഇവിടെ നാടകത്തിന് വന്നതാ. കളിക്കുന്നവരാണ്. ഇവർക്ക് മൊത്തത്തിൽ സ്റ്റേജിൽ സംസ്കൃത നാടകത്തിന് ആളുകൾ മൊത്തത്തിൽ കുറവല്ലേ? ഒത്തിരി പേരുണ്ട്. ഒത്തിരി ആളുകൾ കാണാനായിട്ട്, കാണാനായിട്ട്. സംസ്കൃതം അറിയാവുന്നവരും പിന്നെ ഫാമിലീസും ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ ഈ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണോ ആളുകൾ ഇത്ര ഇങ്ങനെ? ആയിരിക്കാം. സംസ്ഥാന തലത്തിലേക്ക് വന്നേക്കുന്നത്. ഇല്ല, ഇനിയാണ് വരാൻ പോകുന്നത്. സംസ്കൃതം ആയതുകൊണ്ടാണ്. ഏഴാം തീയതി മലയാള നാടകം വരുമ്പോഴത്തേക്ക് ഇവിടെ നിറഞ്ഞു കവിയും. ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാര്യം എപ്പോഴും കലോത്സവത്തിന് സംസ്കൃത നാടകത്തിൽ കാണുന്നൊരു ടെൻഡൻസിയാണത്. അപ്പം മലയാള നാടകം പക്ഷേ ഏറ്റവും ജനപ്രിയ ഐറ്റങ്ങളിലൊന്നാണ്. സംഘനൃത്തം പോലെയൊക്കെയുള്ള ജനപ്രിയ ഐറ്റങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആള് സംസ്കൃതത്തിന് കുറവ്. പക്ഷെ മലയാള നാടകമൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരുപാട് മാറും. കാര്യം കൊല്ലത്തിൻ്റെ നാടകത്തിൻ്റെ നാടാണ് കൊല്ലം, ഈറ്റില്ലമാണ്. അപ്പം എന്തായാലും നാടകപ്രേമികൾ മുഴുവൻ അന്ന് ഇവിടെ ഉണ്ടാവും. വലിയ ജനബാഹുല്യമായിരിക്കും. അന്ന് ശരിക്കും ആഡിറ്റോറിയത്തിന് അവർ ഉൾക്കൊള്ളാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ ആലോചിക്കുന്നത്. അതാണ് സാധനം. മലയാള നാടകമുണ്ട് നമുക്ക്. മലയാള നാടകം കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ വീട്ടിലാണ്. കുട്ടികളാണ് പാവുമ്പ HS. മലയാള നാടകവും സംസ്കൃത നാടകവും അറബിക് നാടകവും പാവുമ്പ HS തന്നെയാണ് കൊല്ലം ചെയ്തത്. നാടകമായിട്ടാണ് ഇവിടെ സംസ്ഥാനത്തിൽ വന്നേക്കുന്നത്. കൊല്ലത്തുനിന്ന് അത് ആദ്യമായിട്ടാണ്. ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്കൂള് 3 നാടകമായിട്ട് ഒരേ സ്കൂള് സംസ്ഥാനത്ത് മത്സരിക്കാൻ വരുന്നത്. നാടകം ഞാൻ കണ്ടില്ല ഇതുവരെ. കാണാനിരിക്കാണ്. ഇപ്പം ഇവരിപ്പം സബ് ജില്ലയിലും ഒക്കെ ഫസ്റ്റ് നേടിയിട്ട് ഇവിടെ വന്നിരിക്കുക. ഞങ്ങളിതിനു മുമ്പും നാടകം ചെയ്യുന്നവരായിരുന്നു. അപ്പം ഈ പാവുമ്പ സ്കൂളിന് വേണ്ടിയിട്ട് പാവുമ്പ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്തിപ്പോൾ അവരുടെ നാടകം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സീരീസ് ഒന്ന് നിർത്തി വെച്ചിരിക്കുക. സീരീസ് അത് ഇല്ല, അത് സിനിമ പൊതുവെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം കുട്ടികളുടെ നാടകം വളരെ സന്തോഷമാണ്. കാരണം അവരുടെ ഒരു കളി അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു കഥ, അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കഥ, അതുമാത്രമാണ് നമ്മൾ സ്ക്രിപ്റ്റ് നോക്കുന്നത്. പിന്നെ അതിലൂടെ പറയുന്ന ഒരു പൊളിറ്റിക്സ്,
അത് ഹൈ ആയിരിക്കണം, ഇൻ്റർനാഷണൽ ആയിരിക്കണം എന്ന് നിർബന്ധം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ നാട്ടിലെ ഒരു ചെറിയ സ്കൂളാണ് ഇത്. അവിടുന്ന് ആദ്യമായിട്ടാണ് ഈ സംസ്കൃത നാടകവും ജലനാടകവും ഒക്കെ ഇവിടെ സ്റ്റേറ്റിലേക്ക് വരുന്നത്. അത് വളരെ സന്തോഷമാണ്. അപ്പം ഇത് നാടിത് ഭയങ്കര ആഘോഷമായിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഫാസിലിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.